എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും ജീവിതത്തിൽ മേൽഗതി പ്രാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവവുമായിട്ട് കുറച്ചുകൂടി മെച്ചമായ റിലേഷൻസ് കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, പട്ടക്കാരന് ആത്മാവ് വളരുക എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ആത്മാവ് വളരുക എന്ന് പറയുമ്പോഴും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഓരോ കാര്യം ചെയ്യുമ്പോഴും അതുകൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനം. ഏറ്റവും വലിയ നമ്മൾ ഒരു വിഷയം ഡിസേൺ ചെയ്യാൻ, ഇപ്പോൾ ഡിസേൺമെൻറ്റ് ഓഫ് ദി സ്പിരിറ്റ്, പ്രവർത്തനങ്ങളുടെ ഡിസേൺമെൻ്റ് ഇല്ലേ, വിവേചനം. ആ പ്രവർത്തനങ്ങളുടെ വിവേചനം ദൈവികമാണോ മാനുഷികമാണോ പൈശാചികമാണോ എന്നറിയാൻ വേണ്ടി ഉള്ള ഒരു നടപടിക്രമം എന്ന് പറയുന്നത്, ഇതുകൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനം എന്നുകൂടി. ഇപ്പം നിൻ്റെ കുടുംബകാര്യമാകാം, ചിലപ്പോൾ നിൻ്റെ പഠനകാര്യമാകാം, ചിലപ്പോൾ നിൻ്റെ പരീക്ഷക്കാര്യമാകാം, ചിലപ്പോൾ നിൻ്റെ ആരോഗ്യ പ്രശ്നമാകാം, നിൻ്റെ തൊഴിൽപരമായ കാര്യങ്ങളാകാം. പക്ഷേ അവിടെയെല്ലാം നീ ഒരു ചോദ്യത്തിന് ഉത്തരവിടണം. മനുഷ്യൻ എടുക്കാത്തൊരു ചോദ്യമാണത്. എന്താണ്? ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനം? അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രയോജനം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അതിന് ഒരു സീല് കിട്ടും. എന്താണ്? സ്വർഗത്തിൻ്റെ ഒരു സീല് കിട്ടും. ഉടമ്പടി എന്ന് പറയുന്ന സംഭവം നിലനിൽക്കണമെന്നില്ല. അതെവിടുന്നാണ് എനിക്ക് കിട്ടിയത്? കാനായിലെ കല്യാണ വീട്ടിൽ അമ്മ അവിടെ പ്രസൻ്റായിരുന്നു. പ്രസൻ്റ് ആകുമ്പോഴും അവിടെ വീഞ്ഞ് തികയാതെ വന്നത് കൊണ്ട് ആണ് അവൻ്റെ അമ്മ ഈശോയോട് പറഞ്ഞത്. അതിൻ്റെ ഓരോ വാക്കിനും ഭയങ്കര പ്രാധാന്യമാണ്. വീഞ്ഞ് തികയാതെ വന്നതുകൊണ്ട് അവൻ്റെ അമ്മ ഈശോയോട് പറഞ്ഞു. ആ വാക്കെല്ലാം കറക്റ്റാണ്. വീഞ്ഞ് തികയാതെ വന്നത് ഭയങ്കര സീരിയസ് വിഷയമാണ്. ഈശോയുടെ അമ്മ ഒരു സീരിയസ് വിഷയമാണ്. ഈശോയോട് പറഞ്ഞു എന്ന സീരിയസ് വിഷയമാണ്. കാര്യം അമ്മയുടെ ഒരു വിഷയം എന്ന് പറയണത് ഹൗ ടു ഇൻട്രൊഡ്യൂസ് ജീസസ് ടു ദി വേൾഡ്. മറിയത്തിൻ്റെ വിഷയം അതായിരുന്നു. നമ്മളൊക്കെ പെട്ടെന്ന് ഓർക്കുകയെ മറിയത്തിൻ്റെ വിഷയം ആ കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കുന്ന അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല. അത് സെക്കൻഡറി പോലും അല്ല. ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ഉദ്ദേശം എന്താണ്? ഈശോ ആരാണെന്നതിനെക്കുറിച്ച് അമ്മയ്ക്ക് നല്ല അറിവുണ്ട്. ഈ ഈശോനെ മനുഷ്യർക്ക് പ്രയോജനകരമായ രീതിയിൽ ദൈവത്തിൻ്റെ ഈ രക്ഷാകര സംവിധാനത്തിൻ്റെ പേരാ ക്രിസ്തു. അതിനെ ജനങ്ങൾക്ക് ജനകീയമായ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഈശോയെ ജനകീയവൽക്കരിച്ചതേ ഈശോയുടെ കുരിശുമരണവും ഉയർത്തുന്നപ്പോഴല്ല. നമുക്ക് എല്ലാത്തിനും ഒരു അക്കാഡമിക് തലങ്ങളുണ്ടാകും, ഒരു സാങ്കേതിക ടെക്നിക്കൽ തലങ്ങളുണ്ടാകും, ഒരു ജനകീയ തലമുണ്ടാകും. ഇപ്പം മൊബൈൽ നമ്മൾ ഇഷ്ടപ്പെടുന്നു, അത് ടെക്നിക്കൽ പെർഫെക്ഷൻ കൊണ്ടല്ല ഇഷ്ടപ്പെടുന്നത്, അത് നമുക്ക് പ്രയോജനമുള്ളത്. മനസ്സിലായില്ലേ? അത് ജനകീയം. മൊബൈൽ എങ്ങനെ ജനകീയമായി? 90 വയസ്സുള്ളവർക്ക് മൊബൈൽ ആവശ്യമുണ്ട്. ആ ടെക്നിക്കലി പെർഫെക്ഷൻ ആണല്ലോ പ്രശ്നം, അത് ആവശ്യമാണല്ലോ, അല്ലാതെ നമുക്ക് പ്രയോജനം ഇല്ലല്ലോ. പക്ഷേ പ്രാക്ടിക്കലി ഇമ്മീഡിയറ്റ് എല്ലാ വിഷയത്തിനും ഒരു ഇമ്മീഡിയറ്റ് ചാർജിങ് ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ജനകീയ വിഷയം എന്താണ്? അമ്മ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോനെ എങ്ങനെ ജനകീയമാക്കാം, 10 മനുഷ്യർക്ക് പ്രയോജനമുള്ള രീതിയിൽ എങ്ങനെയാക്കാൻ പറ്റും. അപ്പം അമ്മയ്ക്ക് അറിയാമായിരുന്നു. പരിശുദ്ധാത്മാവ് അമ്മയുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് എപ്പോഴും പറയുമായിരുന്നു, മേരി നിനക്ക് മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, എനിക്ക് പറ്റത്തില്ല, പിതാവിന് പറ്റത്തില്ല. ഞങ്ങൾക്ക് പറ്റണത് ഈശോയെ മനുഷ്യാവതാരത്തിലാക്കാനേ പറ്റത്തുള്ളൂ. പക്ഷെ മനുഷ്യരുടെ മുമ്പിൽ പരിചയപ്പെടുത്തുക എന്നുള്ളത് വി കാൻ ഡു ഇറ്റ്, അത് നിനക്കേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും പരിശുദ്ധാത്മാവ് ഇങ്ങനെ മേരിയെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അമ്മ ഒരു തക്കം നോക്കി അങ്ങനെ ഇരിക്കരുത്. അപ്പോഴാണ് കാനായിലെ കല്യാണത് ഒരു കഥയുമില്ലാത്ത കാര്യമാണ്. അവിടെ ഒരു അമ്മയ്ക്ക് കിട്ടിയൊരു ചാൻസാണ്, ഒരു കച്ചിത്തുരുമ്പ് പോലെ. എന്താണ്? ഈശോയെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പരിവേഷം കൊണ്ട് നടന്ന ആളിനെ, ആക്രാന്തം പിടിച്ച് നടന്ന ആളിനെ പെട്ടെന്ന് കിട്ടിയൊരു അവസരമാണ് വീഞ്ഞ് ചെയ്യാതെ വന്ന കാര്യങ്ങൾ. യോഹന്നാൻ 2:3. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല.
അത് വലിയ വിഷയമല്ലായിരുന്നു ശരിക്കും പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് നിനക്ക് എന്താണ് ആ വീട്ടിൽ പിന്നെ നമ്മളെന്ത് ചെയ്യാനൊക്കെ ഈശോ പെട്ടെന്ന് ആ വിഷയത്തെ ഭയങ്കര എന്താണ് അതിൻ്റെ ഒരു നിരർത്ഥക തലമാണ് ആദ്യം പറയണത്. പിന്നെയാണ് അമ്മ ആ സ്റ്റേഡിൽ തന്നെ ആ സ്റ്റേഡായിട്ട് തന്നെ നിന്നപ്പോൾ ഈശോയ്ക്ക് മനസ്സിലായി മദർ ഈ വിഷയത്തിൽ മാറുന്നില്ലെന്ന് മനസ്സിലായി. മദർ ആ വിഷയത്തിൽ മാറുന്നില്ലെന്ന് ഈശോയ്ക്ക് മനസ്സിലാകണം. അത് മദർ വേറെ ആരെങ്കിലും ആണ് നിന്നെങ്കിൽ മദറിൻ്റെ സ്ഥാനത്ത് നിന്ന് ഒക്കത്തില്ല. ഇപ്പോൾ പത്രോസാണ് ഹോൾഡ് ചെയ്യണമെങ്കിൽ പത്രോസ് ആ വിഷയത്തിൽ മാറുന്നില്ലെങ്കിൽ ഈശോയ്ക്ക് അത് ഡോണ്ട് മൈൻഡ്. പക്ഷെ മദർ മാറാതിരിക്കുമ്പോൾ ഈശോ പല രീതി ബൗണ്ടഡാണ്. ഹ്യൂമൻ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞ രീതിയിൽ കർത്താവിനൊരു മനുഷ്യാവതാരം കൊടുത്തതിൽ അത് നേർ പങ്കാളിയാണ് ഇവർ. അപ്പോൾ അവർ ആ സിസ്റ്റർ സ്റ്റേണായിട്ട് നിന്നത് കാരണം ഈശോ അത് സീരിയസ് ആയിട്ട് പിന്നെ എടുക്കേണ്ടി വന്നു ഈശോയ്ക്ക്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇന്ന് എല്ലാ ഈശോയെ സ്റ്റേണെന്ന് വെച്ചാൽ ആ വീട്ടിൽ വീഞ്ഞ് തീർന്നിട്ട് അവിടെ വീഞ്ഞുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ല പ്രശ്നം. മറിച്ച് ആ ഒരു വകുപ്പ് എടുത്തുകൊണ്ട് ഈശോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ലോകത്തിനെ. അതാണ് പിന്നീട് അത് പൗലോസ് മനസ്സിലാക്കാൻ എന്തുമാത്രം സമയമെടുത്തു അല്ലേ. പൗലോസ് ഈ പൗലോസും അമ്മയും തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ല എന്തുണ്ടെങ്കിലും പൗലോസ് വർഷങ്ങൾക്ക് ശേഷം കണ്ടു മനസ്സിലാക്കിയതെല്ലാം ആദ്യം അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഇറക്കണ അമ്മയാണ്. എന്താണ് പൗലോസ് എന്താ പറയുന്നത്? യേശുക്രിസ്തു എല്ലാമാണെന്ന് പറയും. കൊളോസ്യസ് 3:18. ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദിതനെന്നോ അപരിച്ഛേദിതനെന്നോ അപരിഷ്കൃതനെന്നോ സിദിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ്. ഈശോയുടെ അമ്മയാണ് ആദ്യം കണ്ടുപിടിച്ചത് ക്രിസ്തു എല്ലാമാണെന്നുള്ളത്. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ സദ്യം അമ്മയെപ്പോലെ ചിന്തിക്കണം. ഞാൻ ഈ വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പഠിച്ചതുകൊണ്ടോ എനിക്ക് വീട് കിട്ടിയതുകൊണ്ടോ എൻ്റെ ഉദ്യോഗം കിട്ടിയതുകൊണ്ടോ PR കിട്ടിയതുകൊണ്ടോ പെൻഷൻ കിട്ടിയതുകൊണ്ടോ ദൈവത്തിന് എന്ത് പ്രയോജനം? ആ ഒരു വിഷയം കൂടി നിങ്ങൾ അതാണ് ഇതിൻ്റെ ബൂസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനൊരു നിങ്ങൾക്കൊരു ഉത്തരം പറയാൻ കൃത്യമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വിഷയത്തിൻ്റെ മേൽ കത്തിപ്പിടിക്കും. ആ വിഷയം ദൈവം ഏറ്റെടുക്കും. അപ്പോൾ കളമറിഞ്ഞ് കളിക്കുക. താങ്ക് യു.